എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിശ്വാസംസകൾ. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് കിടക്കാം. നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് ഇഷിതയും ചിപ്പിയും കൂട്ടി മഹേഷ് അമ്പലത്തിൽ പോവുകയായിരുന്നു. അപ്പോൾ അവിടെ എത്തി ഇറങ്ങുകയാണ്. ഇഷിതയും ചിപ്പിയും കൂട്ടി കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് അവിടുത്തെ പൂജാരി പറയുകയാണ്, ബാലപൂജയിലൂടെ ചിപ്പിക്ക് അമ്മയെ സ്വന്തമാക്കാൻ പറ്റിയില്ല, അതിന് പകരം ദത്തെടുക്കൽ കർമ്മപൂജ ചെയ്യാം എന്ന് പറയുന്നു. അത് ദത്തെടുക്കൽ കർമ്മപൂജ എന്താണെന്നൊക്കെ പൂജാരി പറഞ്ഞു കൊടുക്കുകയാണ്. ആചാരപ്രകാരം നിൻ്റെ ദത്തുപുത്രി ആകാനുള്ള അവകാശം കിട്ടുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ മഹേഷ് പറയുന്നു. അപ്പോൾ പൂജാരി പറയുന്നു, ഇഷിതയോട് അത്രയും സ്നേഹം മഹേഷിനുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇഷിത ഒത്തിരി വിഷമിച്ചു അല്ലേ എന്നൊക്കെ പറയുന്നു. അപ്പം മഹേഷ് പറയുന്നു, ഇനി ആചാരപ്രകാരം നിൻ്റെ ദത്തുപുത്രി ചിപ്പിമോളായിരിക്കും എന്ന് പറയുന്നു. ഇതേ സമയം രചന കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂജാരി കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേനും രചന വന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്നു. മഹേഷും ഇഷിതയും നോക്കുന്നു. രചന അത് മുടക്കാം എന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇഷിത മഹേഷിനെ നോക്കുന്നു. അതേസമയം തന്നെ ചിപ്പിയുടെ കയ്യിലും കയറി പിടിക്കുകയാണ്. അപ്പം മഹേഷ് രചനയോട് പറയുന്നു, വെൽക്കം വെൽക്കം, സ്വാഗതം സുസ്വാഗതം എന്ന് പറയുന്നു. അങ്ങനെ മഹേഷ് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. രചന, നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ഇല്ലാതെ എൻ്റെ മകൾക്ക് എന്ത് പൂജ നടത്താനാണെന്നുള്ള ദേഷ്യത്തിൽ അവൾ ചോദിക്കുകയാണ്. ധർമ്മശാസ്ത്രം ഇതൊക്കെ നീ പഠിച്ചതല്ലേ, നീ എന്ത് ധർമ്മമാണ് ചെയ്തത്? ഗർഭിണിയായാൽ എല്ലാവരും അമ്മമാരാകും, പക്ഷെ അത് മാത്രമാണ് ഒരു അമ്മയുടെ കടമ എന്നൊക്കെ പറഞ്ഞ് മഹേഷ് നന്നായിട്ട് അങ്ങോട്ട് ആട്ടുകയാണ് രചനയെ. ഇഷിത ആചാരപ്രകാരം ചിപ്പിയുടെ അമ്മയായിരിക്കുന്നു. നിന്നെ ഫോൺ വിളിച്ച് വരുത്തിയത് ഞാൻ തന്നെയാണെന്ന് കാര്യം മഹേഷ് അറിയിക്കുകയാണ്. നീ കാണണം, ചിപ്പിയുടെ അമ്മ ഇഷിതയാണ്, ഇവളെൻ്റെ ഭാര്യയാണ്. അങ്ങനെ ഇഷിതയൊക്കെ പൊക്കി പറയുകയാണ്. അപ്പം രചന പറയുന്നു, ചിപ്പി എൻ്റെ മോളാണ്. നീ ഏത് കോടതിയിൽ പോയാലും നിനക്കൊരിക്കലും അമ്മ ആവാൻ കഴിയില്ല, നിനക്കത് തെളിയിക്കാനും കഴിയില്ല, നീ ഒരിക്കലും പ്രസവിക്കാത്ത സ്ത്രീയെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇഷിതയെ അപമാനിക്കുകയാണ്. നന്നായിട്ട് അങ്ങ് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇഷിത ചാടി എഴുന്നേൽക്കും. നിർത്ത്, ചിപ്പിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിനക്ക് എന്താണെന്നറിയാം, അവളുടെ ഇഷ്ടമുള്ള കറി എന്താണെന്നറിയാം, അവളുടെ ഇഷ്ടമുള്ള നിറം എന്താണെന്നറിയാം, അവൾക്ക് എന്താകാനാണ് ആഗ്രഹം, ഇതൊക്കെ നിനക്കറിയുമോ? ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നീ പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ രചന കേട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. നിന്റെ ഉദ്ദേശം എന്നെ പക വീട്ടിൽ മാത്രമാണ്, അതിൻ്റെ പകരമാണ് ഞാനിപ്പോൾ ചെയ്തതെന്ന് പറയുന്നു. എൻ്റെ ഭർത്താവ് എന്നെ അത്രയധികം സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതെന്നൊക്കെ പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഇഷിത പറയുന്നു, ചിപ്പിയെ സ്വന്തമാക്കിയതുപോലെ ഞാൻ ആദ്യം കൊണ്ടുവരുമെന്ന് പറയുന്നു, നീ കുറിച്ച് വെച്ചോളാൻ പറയുന്നു. അപ്പം രചന പറയുന്നു, അവൻ എൻ്റെ മകനാണെന്ന് പറയുന്നു. അമ്മ എന്ന് വിളിച്ച് അവനെ നിനക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇഷിത പറയുന്നു, നീ നോക്കിക്കോളൂ, അവൻ എൻ്റെ മകനാണ്, അമ്മ എന്ന് വിളിച്ച് അവൻ എൻ്റെ അടുത്ത് വരും, നീ അത് ഓർത്ത് വെച്ചോളാൻ പറയുന്നു. അങ്ങനെയുടെ അപ്പം നമ്മുടെ പൂജാരി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അമ്മയുടെ അർത്ഥം അനന്തമാണ്, അത് കർമ്മമാണ് എന്നൊക്കെ പറയുന്നു. ഇവിടെ ഇഷിത ചിപ്പിയുടെ അമ്മയായി, പ്രസവിച്ച് എന്ന് പറഞ്ഞാൽ അമ്മയാവില്ല, അല്ലെങ്കിൽ കാമുകനോടൊപ്പം കുട്ടികളെയും ഒളിച്ച് കളഞ്ഞിട്ട് ഒളിച്ചോടിപ്പോയാൽ അമ്മയാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് രചന ഭയങ്കര ലജ്ജാവതിയായി ഇങ്ങനെ നിന്ന് തിരിച്ചു പോവുകയാണ്. അങ്ങനെ പൂജാരി പറയുന്നു, കർമ്മങ്ങൾ തുടങ്ങാമെന്ന് പറയുന്നു. അങ്ങനെ മോൾക്ക് കുങ്കുമം ചാർത്തി കൊടുക്കാൻ പറയുന്നു. ഇഷിത സന്തോഷത്തോടുകൂടി കുങ്കുമമൊക്കെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു. അവളുടെ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതാണ്. അത്രയും ഇതിലായിട്ടാണ് ഇഷിതയും മഹേഷ് ഇരിക്കുന്നത്. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ തന്നെ അമ്പലത്തിൽ മണി അടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രചന ഇങ്ങനെ അവിടെ റൂമിലിരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിക്കുകയാണ്. ഇഷിത പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ഞാൻ ആദ്യം കൊണ്ടുവരും, അവൾക്ക് അപ്പം അത് പറയുന്നത് കേട്ടതോടുകൂടി അവൾക്ക് ടെൻഷനായി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യം അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്, എന്താ അമ്മ പറ്റിയത്, അമ്മയ്ക്ക് എന്താ ഒരു വിഷമം, അമ്മ ആകെ ടെൻഷനിലാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. ഒന്നുമില്ല മോനെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആദ്യം പിടിച്ച് അടുത്തേക്ക് ഇരുത്തുന്നു. അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അമ്മ ആക്റ്റീവ് അല്ലല്ലോ, അമ്മ രാവിലെ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയും, നിൻ്റെ അനിയത്തിയുടെ വീട്ടിൽ അവൾക്ക് എന്തൊക്കെയോ പൂജകൾ നടക്കുകയായിരുന്നു, അവൾ അവരെ വശീകരിച്ച് വെച്ചിരിക്കുകയാണ്, അവൾക്ക് എന്നോട് സ്നേഹമില്ല, അതുമല്ല ആദ്യം നീയും അങ്ങോട്ട് പോകുമെന്നൊക്കെ ചോദിക്കുന്നു. അമ്മയെ വിട്ട് ഒരിക്കലും ഞാൻ പോകില്ല, ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഇല്ലേ എന്നൊക്കെ പറയുന്നു. അമ്മ പക്ഷെ ചലഞ്ച് ചെയ്യണം, നമുക്ക് ചിപ്പിയെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുന്നു. എങ്ങനെയാണേലും ചിപ്പിയെ കൊണ്ടുവരണം എന്ന് പറയുന്നു.
അപ്പോൾ പറയുന്നു നിൻ്റെ അച്ഛൻ എന്നോട് ചെയ്തതിന് പകരം നമുക്ക് ചെയ്യണം, മഹേഷിനോട് പകരം ചെയ്യണം എന്ന് പറയുന്നു. ചിപ്പി ഉള്ളതുകൊണ്ടാണ് ഇഷിത അവിടെ നിൽക്കുന്നത്. ചിപ്പി പോയി കഴിഞ്ഞാൽ ഇഷിതയും പോകും എന്ന് പറയും. എന്നെ ദ്രോഹിച്ചതിന് പകരമായിട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പം ആദി പറയുന്നു ഞാനെല്ലാം അമ്മയുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. പെട്ടെന്നാണ് ആകാശ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഓ അങ്കിൾ വളരെ ഹാപ്പി ആണല്ലോ എന്ന് ആദി പറയുന്നു. അപ്പോൾ പറയുന്നു ഹാപ്പി ആകേണ്ടത് ഞാനല്ല നീയാ. അപ്പം ആദ്യത്തിന് ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞ് ഗസ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ആദി പറയുന്നു ഇല്ല അങ്കിൾ പറയാൻ പറയുന്നു. അങ്ങനെ പറയുന്നു നാളെ ആദി കേരളത്തിൽ സ്കൂൾ ജോയിൻ ചെയ്യാൻ പോകുന്നു, അതും ചിപ്പി പഠിക്കുന്ന സ്കൂളിൽ തന്നെ എന്ന് പറയുന്നു. അപ്പോൾ ആദി പറയുന്നു അങ്കിളാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു ഓക്കെ റോൾ മോഡൽ ആയിക്കോളൂ, പക്ഷേ അങ്കിൾ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യണം. അങ്കിളിന് ഒരാളോട് വ്യക്തി വൈരാഗ്യമുണ്ടെങ്കിൽ ആ വൈരാഗ്യത്തോടു കൂടി തന്നെ പെരുമാറണം എന്നൊക്കെ അവനെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഗുഡ് നൈറ്റ് മോനെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഗുഡ് നൈറ്റ് ചക്കര എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിടുകയാണ്. അതേസമയം അങ്ങനെ ആദി ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രചനയോട് ആകാശ് പറയുന്നു നമുക്ക് മറ്റൊരു ഗുഡ് ന്യൂസ് കൂടി ഉണ്ടെന്ന് പറയുന്നു. ആ റിയൽ എസ്റ്റേറ്റ് മാഫിയക്കാരെ പൊക്കിയിട്ടുണ്ട്, നമുക്ക് എന്തായാലും പൈസ തിരിച്ച് കിട്ടും എന്ന് പറയുന്നു. എന്നെ വിളിച്ച് പണം തിരിച്ചു ചോദിച്ചവരൊക്കെ വീണ്ടും വിളിച്ചു, ഇപ്പോൾ എല്ലാവരും നല്ല ഇതിലാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പ്രണയാതുരമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു. അങ്ങനെ നീ പോയ കാര്യം എന്തായെന്നൊക്കെ ആകാശ് ചോദിക്കുന്നു. അപ്പോൾ പറയുന്ന ആചാരപ്രകാരം ഇഷിതയെ പിന്നെ ചിപ്പിയുടെ അമ്മയാക്കിയെന്നൊക്കെ പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവൾ നിൻ്റെ മകൾ തന്നെ, ഇഷിതയ്ക്ക് അറിയാമല്ലോ, ഇഷിത ഒരു ഡോക്ടറല്ലേ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. നീ ടെൻഷനൊന്നും അടിക്കണ്ട, ചിപ്പിയുടെ സ്കൂളിലാണ് ആദ്യം പഠിക്കുന്നത്, ആദ്യ വഴി നമുക്ക് ചിപ്പിയെ ഇവിടെ കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നു. നീ സമാധാനിക്കാൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഇഷിതയാണ്. ഇഷിത ബെഡ്റൂമൊക്കെ വൃത്തിയാക്കുന്നു. എന്നിട്ട് ഇഷിത കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഇഷിതയുടെ രൂപം തന്നെ കാണുന്നു. അങ്ങനെ ഇഷിത അടുത്തേക്ക് ഇരുന്നു. എന്താ ഇത്ര സന്തോഷം എന്നൊക്കെ ചോദിക്കുന്നു. ഹാലിളകിയൊക്കെ ചോദിക്കുന്നു. സൂപ്പർ സ്റ്റാർ ആയോ എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ പാവം ഇഷിത എന്നൊക്കെ പറയുന്നു. എന്താണ് ഇത്ര സന്തോഷം, ചിപ്പി നിൻ്റെ മകളായതാണോ അതോ ആദ്യം കിട്ടും എന്നുള്ള ഉറപ്പുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നു. ആദ്യം കിട്ടുമോ എന്ന് ചോദിക്കുന്നു. അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. നിനക്ക് രജനിയും അമ്മയല്ലേ, നിനക്ക് രചന ഉള്ളത് കൊണ്ടല്ലേ പിന്നെ ചിപ്പിയെ കിട്ടിയെന്നൊക്കെ പറയുന്നു. അങ്ങനെ അവൾ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ മെഗാസ്റ്റാർ വരാൻ സമയമായി, ഓക്കെ ബൈ എന്ന് പറഞ്ഞ് അവൾ കസേരയിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോന്നാൾ ആലോചിക്കുകയാണ്. കാര്യം ശരിയാണ്, രചന ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് ചിപ്പിയെ കിട്ടിയെന്നുള്ള ആലോചിക്കുമ്പോൾ അവൾക്ക് ഫോൺ വരുന്നു. അവളുടെ ചേച്ചിയാണ് വിളിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യം സുഖമാണോ മോളെ എന്നൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം പറയുന്നു സൂരജിന് ചിപ്പിയുടെ സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടിയെന്ന് പറയുന്നു. ഈശ്വര, നാളെ നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ വരാം ചേച്ചി, എനിക്കും വരണം, മോൾക്കും അവിടെ എന്തൊക്കെയോ ഫംഗ്ഷനുണ്ട്, അപ്പോൾ ഞാൻ വരാമെന്ന് പറയുന്നു. ഈശ്വരേട്ടൻ വരില്ലേന്ന് ചോദിക്കുന്നു. അത് താല്പര്യമില്ല മോളെ, അതൊക്കെ വിട്, നമുക്ക് പിന്നെ സംസാരിക്കാം, നമുക്ക് നാളെ അടിച്ചു പൊളിക്കാം എന്ന് പറയുന്നു. ചിപ്പിക്ക് അവളുടെ ഏട്ടൻ കൂട്ടനായി സ്കൂളിലേക്ക് എത്തുന്നു എന്ന് പറയുന്നു. ഇത് കേട്ടോണ്ടാണ് മഹേഷ് അകത്തേക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. ഓക്കെ ബൈ ബൈ.